എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആണോ എന്നില്ല. ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. 3 കാർഡുകളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കുന്നു അറിയാം എന്നാണ് നാം നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോകാം. ഫൂൾ എന്ന കാർഡാണ്. ഇത് ഒരു പുതിയ തുടക്കം, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭയാർത്ഥിയുടേതായ ഒരു വൃത്താന്തം എന്നിവ കാണിക്കുന്നു. നിങ്ങളുടെ പ്രണയം പുതുതായ ഒരു ദിശയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ചിന്താത്മകമായി നിങ്ങൾ ഭയമില്ലാതെ പുതിയ സാധ്യതകളെ സ്വീകരിക്കുന്ന ഒരു ഘട്ടവുമാകാം ഇത്. അതായത് ഒരു പുതിയ പ്രണയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരാളെ നിങ്ങൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാളുടെ ഇഷ്ടം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരാൾ നിങ്ങളെ ആകർഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ആളാണ് നിങ്ങളുടെ മനസ്സിൽ. ആ ആളുടെ മുഖവും ആ ആളുടെ പെരുമാറ്റങ്ങളും ചലനങ്ങളും വാക്കുകളും വാചകങ്ങളും ചിരികളും പിണക്കങ്ങളും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിയിരിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിൽ നിങ്ങൾ എത്തിയിരിക്കാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെയും ആഗ്രഹിച്ചിരിക്കാം. ചിലപ്പോൾ ആഗ്രഹിക്കണമെന്നില്ല, ഒരു വൺ വേ മാത്രമാകാം. ഏതായാലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ചിന്ത പടർന്നിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ ഒരു ചിന്ത കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ഓർമ്മയില്ല. നിങ്ങൾക്കിപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും അറിയില്ല. ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഒരു പുതിയ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രണയം തുടങ്ങുന്നു. നിങ്ങളുടെ മനസ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഭയാർത്ഥിയെപ്പോലെ ആ വ്യക്തിയുടെ പിറകെ സഞ്ചരിക്കുകയാണ്. തീർച്ചയായിട്ടും പുതിയതായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നിരിക്കുന്നു. ഒരു തുടക്കത്തെ ഇത് കാണിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. മജീഷ്യൻ എന്ന കാർഡാണ് മധ്യത്തിലുള്ള കാർഡ്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ കേന്ദ്രബിന്ദു ഇതാണ്. ഇത് എളുപ്പവും ശക്തിയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്ന എല്ലാ സാധ്യതകളും അർത്ഥവത്തായവയാണ്. നിങ്ങളുടെ പങ്കാളിയുമായി ചേർന്ന് നിങ്ങളുടെ പ്രണയത്തെ നവീകരിക്കാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളുടെ പ്രണയം പുഷ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അറിയുന്നു. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച് തുടങ്ങിയ ഘട്ടത്തിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തും. രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന ഒരു ഘട്ടവും ഇതായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മൂല്യം ആ വ്യക്തി അറിയുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം പതുക്കെ പതുക്കെ കീഴടക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും ഇനിയുണ്ടാകും. നിങ്ങളുടെ പ്രണയത്തിന് ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു മാന്ത്രികനെ പോലെ നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയമണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. തീർച്ചയായിട്ടും ഈ ടാരോട്ട് കാർഡ് റീഡിംഗ് നിങ്ങളോട് പറയുന്നത് അടുത്ത ഘട്ടം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്ന ഘട്ടമാണ്. അടുത്ത ഘട്ടം ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്ന ഘട്ടമാണ്. അടുത്ത ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളുടെ ഹൃദയം കീഴടക്കും. നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കും. അങ്ങനെ ഒരുമിച്ച് രണ്ടുപേരുടെയും പ്രണയം അതിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു അടുപ്പമായത് മാറുന്നു. നിങ്ങൾ ആ വ്യക്തിയെയും ആ വ്യക്തി നിങ്ങളെയും കൃത്യമായി അറിയുന്നു, അടുക്കുന്നു. 2 ആത്മാക്കൾ തമ്മിൽ അടുക്കുന്ന ഘട്ടം, 2 മനസ്സുകൾ തമ്മിൽ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ഘട്ടം. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകുന്ന പ്രണയത്തിൻ്റെ ആർക്കും തടുക്കാനാകാത്ത തരംഗങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പോകും. ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് 3ാമത്തെ കാർഡാണ് ഹൈ പ്രസ്റ്റീസ് എന്ന വലതുവശത്തെ ഈ കാർഡ് പറയുന്നത് ഇഷ്ടം, ധ്യാനം, ഉൾക്കാഴ്ച എന്നിവയെക്കുറിച്ചാണ്. ഇത് സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. ഇത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ആകാംക്ഷയുള്ള ഒരു വശത്തെ സൃഷ്ടിക്കുന്നു. പുത്തനായ തിരിച്ചറിവുകൾ അവിടെ ഉണ്ടാകുന്നു. നിങ്ങളെക്കുറിച്ചും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചും ഹൃദയം തുറന്ന് മനസ്സിലാക്കുന്ന ഘട്ടം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കേട്ടറിയാൻ സമയം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തെ കേട്ടറിയാനും കണ്ടറിയാനും നിങ്ങൾക്കും അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ അടുക്കലല്ല ഇനി. നിങ്ങളുടെ ഹൃദയത്തെ ആ വ്യക്തിയുടെ ഹൃദയവുമായി യോജിപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വികാരങ്ങളെ അടുത്തറിയിപ്പിക്കുന്ന ഒരു ഘട്ടം. പ്രണയ സംബന്ധിയായി നിങ്ങളും ആ വ്യക്തിയും
വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നിമിഷം നിങ്ങളെ സ്നേഹിക്കാനല്ലാതെ ആ വ്യക്തിക്ക് സാധിക്കില്ല. ഇനി നിങ്ങളെ ഇഷ്ടപ്പെടാനല്ലാതെ ആ വ്യക്തിക്ക് സാധിക്കില്ല. നിങ്ങളും ആ വ്യക്തിയും ചേർന്നുള്ള പ്രണയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ പൂക്കാലമാണ് ഇനി കാണാൻ പോകുന്നത്. നിങ്ങളുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം നൽകപ്പെടുന്നു. നിങ്ങളുടെ പ്രണയത്തിന് സംഭവിക്കാനിരിക്കുന്നത് വിജയമാണ്. വിജയത്തിൻ്റെ കൊടി, നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പ്രണയത്തിൻ്റെ വിജയത്തിൻ്റെ കൊടി പാറിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രം ഇപ്പോൾ കാണാം. ഇവിടെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ സാഫല്യങ്ങൾ ഉണ്ടാകുകയാണ്. എൻഗേജ്മെൻ്റ് ആകാം, വിവാഹമാകാം, അല്ലെങ്കിൽ വെട്ടിത്തുറന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും നിനക്ക് എന്നെ ഇഷ്ടമാണെന്നും പരസ്പരം തുറന്നു പറയുന്നൊരു ഘട്ടം. ഹൃദയത്തിൻ്റെ വിശാലതയിലേക്ക് പരസ്പരം നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഇരുവരും പരസ്പരം അവസരം നൽകുന്ന അവസ്ഥ. തീക്ഷ്ണമായ പ്രണയത്തിൻ്റെ വിജയം അതുതന്നെയാണ് ഉണ്ടാകാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.